ആക്ച്വലി ഇത് സാറിന്റെ കുടുംബ സ്വത്താണ്. സാറിന്റെ അപ്പൂപ്പന്റെ കാലം മുതലുള്ളതാ. വേറൊരു പ്രധാന കാര്യം, ഇത് CMD അപ്രൂവ്ഡ് ആണ്. ഫ്ലാറ്റ് പണി തീർന്നതിന് ശേഷം എനിക്കും ഒരു എമൗണ്ട് തന്നേര്. ജീവ വരുന്നു, നീ അറിയിച്ചില്ലല്ലോടാ. എന്താടാ ഒരുമാതിരി നോട്ടം? ശരി ശരി, വണ്ടി കയറ്, കേരടാ അങ്ങോട്ട്. ജീവ, ബോംബെയിലും ഡൽഹിയിലും വരെ പെരുമ്പാളൂർ തൂത്തുക്കുടിക്കാരൊക്കെ ഉണ്ട്. എന്തിനാടാ ഈ തൂത്തുക്കുടിപ്പൊക്കെ? എന്തിനാടാ? ചോറിൽ ഉപ്പ് ചേർത്ത് കഴിക്കാറില്ലേ? പിന്നെ ഉപ്പ് ചേർക്കാൻ ഒന്നും തന്നെ ഞാൻ കഴിക്കത്തില്ല. ആ ഉപ്പ് തൂത്തുക്കുടി നടാ വരുന്നത്. ഒട്ടംകൊണാപ്പൻ എന്താടാ ഒരുമാതിരി സംസാരിക്കുന്നത്? വരുന്നത് പോകുന്നത് ഭാഷ അവിടുത്തെ കൊള്ളാമല്ലോ. ചേച്ചേ കണ്ടോ, നിന്നോട് 1 മിനിറ്റ് സംസാരിച്ചപ്പോഴേ എന്റെ ഭാഷ മാറിപ്പോയി. പിന്നെ 2 ദിവസം അവിടെ നിന്ന് നിന്റെ കാര്യം പറയണോ? ഇപ്പൊ വീട്ടിലാരുണ്ട്? നീ ഒഴികെ എല്ലാരും ഉണ്ടടാ. അമ്മ, നാരായണസ്വാമി, നമ്മുടെ പട്ടി മാത്തപ്പൻ. മണ്ടന്മാരെ, നമ്മുടെ തലതാ വന്നടാ. എന്നാ ജസ്റ്റ് മിസ്സടാ. ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റ് തമിഴ്നാട്ടിൽ വീശാതെ ആന്ധ്രാപ്രദേശിലേക്ക് പോയ പോലാണല്ലോടാ. എന്താ ജീവ, എപ്പോഴാ വന്നേ? എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇവിടെയൊക്കെ നോക്കുന്നേ? നിനക്കെന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? വ്യത്യസ്തരായ ആൾക്കാർ വ്യത്യസ്തരായി തന്നെ ഇരിക്കുമെടാ. ഉദാഹരണത്തിന് ഞാനില്ലേ? ഇല്ല. ജീവ വന്നോടാ. എന്താടാ ചുമ്മാരി, ഇപ്പോഴല്ലേ നിനക്ക് കഴിക്കാൻ തന്നേ? എന്താ പിന്നെന്തിനാ കിടന്ന് പറിക്കുന്നേ? എന്താടാ ജീവയെ പുതിയ ആളിനെ പോലെ നോക്കി കുരയ്ക്കുന്നേ? ഇവനെ കണ്ടിട്ടില്ലേ? എന്താ ജീവ, വരുന്ന കാര്യമേ പറഞ്ഞില്ലല്ലോ. എന്നാ വണ്ടി അയക്കില്ലായിരുന്നോ? ശരി, പോയി കുളിക്ക. ബാഗിങ് ഇതാ. എന്താടാ കഴിയെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക? അത് തന്നെടാ, നിന്റെ അമ്മയെ പറ്റി ഓർത്തോണ്ടിരിക്കുകയാണെന്നാ ചോദിച്ചേ. എന്താടാ, ആർക്ക് ഫോൺ ചെയ്യണമെന്ന് നോക്കണോ? കാലന് തന്നെ. ഫോൺ അണ്ണാച്ചിയുടെ കൈ കൊടു, ഗുരുവിന്റെ കാര്യം പറയണം. നമസ്കാരം അണ്ണാച്ചി, ഞാൻ രമണനെ സംസാരിക്കുന്നേ. നിങ്ങളുടെ അളിയൻ പൗഴമുത്തുവിനെ കൊന്നില്ലേ? ആ ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്നവനാ ഞാൻ. കൊന്നുകളയും. അയ്യോ, നിങ്ങളെയല്ല അണ്ണാച്ചി. അതെ അണ്ണാച്ചി, അരുതാത്തത് ചെയ്തില്ലേ? അതെനിക്കിഷ്ടമായില്ല. ആ ഗുരുവിന് മയക്കുമരുന്ന് കൊടുത്ത് ഇവിടെ കെട്ടിയിട്ടിരിക്കുക. സത്യമാണ് അണ്ണാച്ചി. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ആളാ അണ്ണാച്ചി. ആളയക്കോ? അയക്ക്. എടാ ജീവാ, ഈശ്വരനോട് പ്രാർത്ഥിക്കടാ. എന്തിന്? അടുത്ത ജന്മത്തിലെങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. ശരി, ഗുരുവിനെ ഇതിനു മുമ്പ് അണ്ണാച്ചി കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഗുരു ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമോടാ? ആട്ടെ, നിനക്ക് അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? അമ്മയെ കാണണം. അയ്യോ, നീ നടക്കാത്ത കാര്യമാണല്ലോടാ ചോദിക്കുന്നേ. എന്താടാ ഇത്? നിറവേറാത്ത ആഗ്രഹവുമായി മരിച്ച പ്രേതമായിട്ട് അലയുമടാ. വരണ്ട. എടാ, നിന്നെ യമലോകത്തേക്ക് അയക്കാൻ യമദൂതർ വരുന്നുണ്ടടാ. എഴുന്നേക്ക്. കെട്ടിവെച്ച എങ്ങനെ എഴുന്നേക്കാനാ? അത് ശരിയാണല്ലോ. എവിടെ വെക്കും? ആ തോക്ക് എന്റെ കയ്യിലേക്ക് താ. ചാവാൻ പോകുമ്പോൾ ഉപകാരം ചെയ്യുന്നോടാ. അയ്യോ, ശരി, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അയ്യോ, അത് ഡ്യൂപ്പല്ല, നീയാണ് ഡ്യൂപ്പ്. അതി പിടിച്ച് അമർത്തല്ലേ.
എന്തിനാ ഇങ്ങനെ ഭയക്കുന്നേ? ദാ പിടിച്ചോ, നീ ആയി നിന്റെ തോക്കായി. ഓ ഇത്രയ്ക്ക് മണ്ടനാണല്ലേ? ആ മണ്ടന്മാരുടെ മണ്ടൻ, മരമണ്ടൻ. ആരാണ് അവന്റെ പുറകെ നിന്ന് പമ്മുന്നത്? തോക്കിന്റെ മുമ്പിൽ അണ്ണാച്ചിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പുലിയെ പിടിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നില്ലേ? ഞാൻ പൊക്കോട്ടെ? എലിയെ പിടിച്ചോണ്ട് വന്നിട്ട് പുലിയെ പിടിച്ചെന്ന് പറയുന്നു. എലിയെ പിടിച്ചതിന് സമ്മാനം വേണമെന്നോ? അയ്യോ അണ്ണാച്ചി, എനിക്ക് ജീവൻ മാത്രം മതി അണ്ണാച്ചി. ഇനി ഒരു 40 വർഷം കൂടി എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോണം. ഞാൻ പൊക്കോട്ടെ? കബഡി 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 കബഡി. കബഡി 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 കബഡി. സ്വപ്നമല്ലായിരുന്നു. എനിക്ക് എവിടെ നിന്ന് എത്ര പവർ കിട്ടി? എടാ നീയാണോ അടിച്ചേ? അയ്യോ അയ്യോ വേണ്ട വേണ്ട അമ്മേ, അയ്യോ എന്നെ കൊല്ലട്ടെ. നെറ്റിയിൽ പൊട്ടെന്ന് പറയാറില്ലേ? നീ ഇപ്പൊ അണ്ണാച്ചിയുടെ നെറ്റിയിൽ തന്നെ പൊട്ട് വയ്ക്കാൻ പോവാ? അണ്ണാച്ചി, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി. ഏയ്, ഇത് കട്ടപ്പൊമ്മന്റെ കഥ പോലെ ഉണ്ടല്ലോ. സാരമില്ല, ഇരിക്കണം അണ്ണാച്ചി. തൂത്തുക്കുടിയിലാണെങ്കിലും ഇപ്പോഴാണല്ലോ നിന്നെ നേരിൽ കാണുന്നത്. അണ്ണാച്ചി, ഒരു കാലത്ത് കള്ളക്കടത്ത് നടത്തിയിരുന്ന നിങ്ങള് അത് ഞാൻ ചെയ്തപ്പോഴെന്തിനാ എതിർക്കുന്നേ? എതിരാളികളെ നശിപ്പിക്കാൻ നോക്കുക? ആ ആദ്യകാലത്ത് നിങ്ങൾ ചെയ്യാത്ത എന്ത് ചെയ്തില്ല നിങ്ങൾക്ക് എന്നോട് ദേഷ്യം? പറയേ, സെന്റിമെന്റ്സ് ആണോ നിങ്ങൾക്ക്? ഇതെല്ലാം നീ എവിടെ നിറഞ്ഞടാ? അണ്ണാച്ചി, എല്ലാ ക്രിമിനലുകൾക്കും ഒരേ ഫ്ലാഷ് ബാക്ക് തന്നെയാ. അണ്ണാച്ചി ഫ്ലാറ്റടാ. ഏയ്, നിങ്ങളിങ്ങനെ മോരും മുതിരയും പോലെ ഇരുന്നാലേ നാട്ടുകാര് മുതലാക്കുവേ. എന്നെ എലീന്ന് വിളിച്ചില്ലേ? നിങ്ങളുടെ ജീവന് 15 ലക്ഷം രൂപ ഒരാളോട് സംസാരിച്ച് ഫിക്സ് ചെയ്തേക്കുക. ഞാൻ എലിയാണോ അതോ പുലിയാണോ? ഏയ്, എന്താ എലിയും പുലിയും എന്നൊക്കെ പറയുന്നേ? ഇതാ രമണൻ പോലും അറിയാതെ രമണൻ മുഖേന എനിക്ക് നിങ്ങളുമായി കൂടാനുണ്ടാക്കിയ ഒരു മാസ്റ്റർ പ്ലാനാണ് ആച്ചി.
എല്ലാം സെറ്റപ്പ്. അയ്യോ മുരുക, ഇത് സെറ്റപ്പ് ആണോ അതോ എനിക്ക് ആ പോണോന്നറിയില്ല. അപ്പോ എന്താ നീ എന്നെ കൊല്ലാത്തെ? എന്താ കൊല്ലാത്തെ? ഇതിന് മറുപടി ഉണ്ടോടാ? നിങ്ങൾ എന്റെ മാനസ ഗുരു അണ്ണാച്ചി. ഗുരുവിനെ കൊല്ലുന്ന ശിഷ്യനല്ല ഞാൻ. ഇതെനിക്ക് നിങ്ങളോട് അടുക്കാൻ കിട്ടിയ ഒരു സുവർണ നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നേ. വേഗം. ഇത് എഗ്രിമെന്റ് വെക്കുന്ന പോലെ ആയല്ലോ. ലേനത്തെ പറ്റി രണ്ട് നേതാക്കൾ സംസാരിക്കുന്ന പോലെ ആയല്ലോ. നിന്നെ ഒരുപാട് ഇഷ്ടമായി എനിക്ക്. എന്റെ തലയ്ക്ക് വില പറഞ്ഞു ഒരുത്തനില്ലേ, ആരാണവൻ? ഏത് തൊഴിലിനേക്കാളും ഈ തൊഴിലിന് ഞാൻ വില കൽപ്പിക്കുന്ന അണ്ണാച്ചി. അതുകൊണ്ട് ഞാൻ പറയില്ല. ഫെർണാണ്ടസാ? അത് ഞാൻ എന്റെ വാഗൊണ്ട് പറയില്ല അണ്ണാച്ചി, പറയില്ല. ആ ഫെർണാണ്ടസ് അവന്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് എന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നു. ആരുടെ ഫെർണാണ്ടസ്? എടാ കുലദ്രോഹി, ആ ഫെർണാണ്ടസ് വേറൊരു ക്രിമിനൽ അപ്കമിങ്. ഇപ്പൊ നീ ഇവരെ രണ്ടുപേരെ ശത്രുക്കളാക്കിയില്ലേ? ആ ഫെർണാണ്ടസ് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തകര. അവനെ ജയിക്കാൻ വിട്ടിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല. ശരിയല്ലേ? ശരി ശരി. അണ്ണാച്ചി ഞാൻ പോവാണേ. ശരി. ആ ഫെർണാണ്ടസ് എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്? അണ്ണാച്ചി എന്താടാ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എടാ കുലദ്രോഹി, അവസാനം നീ അണ്ണാച്ചിക്കിട്ട് പണി കൊടുത്തല്ലേ? ഇതങ്ങനല്ല രമണ. സത്യസന്ധമായി അമ്മയെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനെനിക്ക് കിട്ടിയ അവസരം. അത് ശരി, തോക്കെന്തിനാ ദൂരേക്ക് വലിച്ചെറിഞ്ഞേ? എനിക്ക് വെടിവെക്കാൻ അറിയില്ല. ഇങ്ങനെ ഒരു കിഴങ്ങനെയാണല്ലോടാ നീ എന്റെ അടുത്തേക്ക് വിട്ടത്. നീ എവിടെയാടാ?